പീരുമേട് പള്ളിക്കുന്ന് സ്കൂളിന് സമീപത്തെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് കാടുപടലങ്ങളിൽ മൂടപ്പെട്ട നിലയിൽ. നാളുകളായി സമാന രീതിയിൽ ടാങ്ക് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിന്റെ പരിസരം ശുചിയാക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കൊക്കയാർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന ടാങ്കാണിത്. പള്ളിക്കുന്നിൽ കട്ടപ്പനക്കുട്ടിക്കാണ് സംസ്ഥാന പാതയോരത്താണ് ടാങ്ക് നിലകൊള്ളുന്നത്. നിലവിൽ ഈ ടാങ്കിന് ചുറ്റും വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്ന് പന്തലിച്ചു കിടക്കുകയാണ്. ഇതോടൊപ്പം ടാങ്കിന്റെ മൂടിയും മാറിക്കിടക്കുകയാണ്. ഇവിടെ ഈ പള്ളിക്കുന്ന് പ്രദേശത്ത് ഈ 5 ഏക്കർ സ്കൂൾ, പള്ളിക്കുന്ന് LP സ്കൂൾ, അതിന്റെ പരിസരത്ത് ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതി ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിന് പരിസരമായിട്ട് മൊത്തം കാടടഞ്ഞു കിടക്കും. ആ അടപ്പുമില്ല, അടച്ചുകെട്ടുമില്ല. പക്ഷെ വെള്ളം ശുദ്ധീകരണമാണ്, ശുദ്ധവെള്ളമാണ്, നല്ല വെള്ളമാണ്. അതുകൊണ്ട് ആ കാടൊന്ന് വെട്ടിത്തെളിച്ച് മാറ്റാനുള്ള സംവിധാനം ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അത് വെള്ളം കാറ്റടിക്കുമ്പോഴത്തെ ആ ചപ്പ് മൊത്തം അതിനകത്ത് പോയി അത് അടുക്കല്ലേ, വീണ്ടും കൂത്താടി ഉണ്ടാകത്തില്ലേ, കൂത്താടി പിടിച്ചു കിടക്കും. അത് വെള്ളം കുടിച്ചാൽ പിന്നെ അസുഖം ഉണ്ടാകത്തില്ല. കാടുപടലങ്ങളാൽ ഈ ടാങ്ക് മൂടപ്പെട്ടതോടെ ഇതിന്റെ പരിസരം മലീമസമാകുന്ന സാഹചര്യമുണ്ട്. ശക്തമായ കാറ്റുണ്ടാകുന്ന സമയത്ത് സമീപത്തെ കാടുപടങ്ങളിലുള്ള ഇലകളടക്കം കുടിവെള്ളത്തിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ട്. വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കെടുകാര്യസ്ഥതയാണ് ഇത്തരത്തിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ടാങ്ക് കാടുപടലങ്ങളാൽ മൂടപ്പെടാൻ കാരണമെന്നും പരാതി ഉയരുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ടാങ്കിന്റെ പരിസരം വൃത്തിയാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.